ഈ നെഗറ്റീവ് കമന്റ്സ് വായിക്കുമ്പോൾ ലക്ഷ്മിനെ പിന്നെ എന്തിനാ അത് തളർത്തണം? എന്നെ താര് തളർത്തുന്നു. ഒന്നും ചോദിക്കണ്ടായിരുന്നു. മെന്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിൽ പോയിട്ട് സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി കൊണ്ടുവന്നതാണ്. ഏതാണോ ഈ മുന്തിയനം? എങ്കിലും ചിലപ്പോ എന്റെ അടുത്ത് കുറെ നേരം സംസാരിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് പറയും സൈക്കോ ആണല്ലേ എന്ന് ചിലപ്പോ ചോദിക്കും. എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. എന്റെ പൊന്നടാവേ, ഇവനെ കണക്കൊരു സൈക്കോ നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. ഇവന്റെ കലാപരിപാടി എന്നാന്നറിയോ? ഞാൻ ഭയങ്കര ഡൗൺ ആവുന്ന ദിവസങ്ങളിൽ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ആരെ വിളിക്കും? തീരെ തളർന്നു പോയവരെ വിളിക്കും. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. എന്നിട്ട് അവർക്ക് ഞാൻ മോട്ടിവേഷൻ കൊടുക്കും. എടാ ലൈഫ് ഇതാണ്. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. തളർന്നവരെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ഈ പോസിറ്റീവ് അവര് കേൾക്കുമ്പോ അവരും ഉയരും, അത് കേട്ട് ഞാനും ഉയരും. ഒരു പ്രത്യേക ജീവിതല്ലേ. നമ്മൾ തന്നെ നമ്മളെ അങ്ങ് ഇങ്ങനെ വലിയ ഒരു ഹാപ്പി മൊമെന്റിലോട്ട് അങ്ങ് കൊണ്ടുപോകണം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പിന്നെ മാസത്തിൽ 1-2 ദിവസം ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അതെന്തിനാ? അതായത് കുറെ ദിവസം ഇങ്ങനെ പോസിറ്റീവ് മാത്രം പറഞ്ഞ് ഞാൻ തളരും. എന്നിട്ട് ഞാനിരുന്ന് ആലോചിക്കും, ഞാൻ ശരിക്കും ഹാപ്പി ആണോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ എനിക്ക് തന്നെ ഒരു ഡൗട്ട് വരും. അന്നത്തെ ദിവസം പിന്നെ പല്ലും തേക്കൂല, കുളിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വീട്ടിന്റെ പുറത്തേ ഇറങ്ങത്തില്ല. അന്ത കുരങ്ങു ബൊമ്മ എന്നവളെ കണ്ണാടി സാർ അത് നമ്മ മുജിയാപ്പിருக்கு. ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കും. വൈകിട്ടൊക്കെ ആകുമ്പോ എന്റെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോ ഒരു വൃത്തികെട്ട മുഖം. കണ്ടപ്പോഴേ തോന്നി. അവിടെ തൊട്ട് ഞാൻ പിന്നെ വീണ്ടും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് തളരും. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഏത് ഈ വൃത്തികേട് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ബോറടിക്കുമ്പോ ഞാൻ വീണ്ടും എടാ എവിടെ ഉണ്ടടാ, എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ, ഒന്ന് പുറത്തു പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പുറത്തു പോയി വീണ്ടും ഉഷാറാവും. പിന്നെ ആ റൂട്ടീൻ അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. ഇപ്പൊ റീസെന്റ് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മള് ഡോക്ടറെ അടുത്തൊന്നും പോയില്ല, അല്ലാണ്ട് തന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് പറയണ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോ ഒരു ദിവസം നോക്കിയപ്പം ആർത്രൈറ്റിസിന്റെ എന്തോ ഒരു ആണോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. 5 മണിക്ക് ഞാൻ മറ്റേ റിസൾട്ട് എടുത്ത് നോക്കുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ടൊക്കെ തീരുമാനിച്ചു ഇത് ആർത്രൈറ്റിസ് ആണെന്ന്. ഉണ്ടാക്കി തരാൻ വേണ്ടി നടക്കുക. ഞാൻ ഉടനെ എന്റെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. അപ്പൊ അമ്മയും തകർന്നു. എന്നിട്ട് ഞാൻ റൂമിൽ വന്നിങ്ങനെ കിടന്നു. ആർത്രൈറ്റിസ് ഇങ്ങനെയൊക്കെ വെച്ച് ഞാനിനി എന്തിനു ജീവിക്കണം? കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. മരിച്ചുകളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 1.5 സെക്കൻഡ് ഞാൻ ആലോചിച്ചു, എന്തിനു മരിക്കണം? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പൊ ആർത്രൈറ്റിസ് ഇങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പ് മാക്സിമം അടിച്ചു പൊളിക്കണം. ഞാൻ 2 ദിവസം മുമ്പ് പിണങ്ങിയ ആളെയൊക്കെ വിളിച്ചിട്ട് ഹലോ എന്താണ് വിശേഷം? ഇനി അധിക കാലമൊന്നും ബാക്കിയില്ല. പുറത്തോ എന്നോട് അല്പമെങ്കിലും സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് പുറത്ത് കാണിക്കേ. കാരണം നമ്മൾ പെട്ടെന്ന് അസുഖമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ഞാൻ പേടിച്ചോണ്ടില്ല, അമ്മ ഇനി അടിച്ചു പൊളിച്ച് ചെയ്യണം. ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര. അങ്ങനെ എല്ലാത്തിലും എന്താണ് ഞാൻ അങ്ങ് പോസിറ്റീവ് എടുക്കും. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ഇതിനിടയ്ക്ക് അതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞ് നമുക്കത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെയും ഫലിതം. ഇതിനൊരു അന്ത്യമില്ലേ? ഒരാഴ്ച വെയിറ്റ് ചെയ്യണം റിസൾട്ട് വരെ. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്ന ഒരാഴ്ചയായിരിക്കും. അപ്പൊ എന്റെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആകരുതേ എന്ന് പ്രാർത്ഥിക്കണോ ആകണോ എന്ന് പ്രാർത്ഥിക്കണോ? സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? എന്റെ ഡൗട്ട്, ദൈവം വിചാരിക്കുന്നത് ഒരു ചെറിയ ക്യാൻസറിൽ അങ്ങ് തീരുന്ന പ്രശ്നം, മറ്റേത് ചിലപ്പം പാരലൈസ്ഡ് ആയിട്ട് വെജിറ്റേറിയൻ സ്ട്രേറ്റ് കിടക്കാനാണെങ്കിലോ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? തളർന്നങ്ങ് വർഷങ്ങളോളം കോമയിൽ കിടക്കാൻ ഉള്ളത് ചിലപ്പോ ദൈവം വിചാരിക്കുന്ന ഒരു ചെറിയ ക്യാൻസറിൽ അങ്ങ് പൊക്കോട്ടെ. ഏതാണ് വലുത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കോമയിൽ കിടക്കണോ ക്യാൻസർ വരണോ? അപ്പൊ ക്യാൻസർ വേണ്ടാന്ന് പ്രാർത്ഥിക്കണോ അതോ ക്യാൻസർ ആകണോന്ന് പ്രാർത്ഥിക്കണോ? പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഞാനൊന്ന് തീരുമാനിച്ചു, എന്ത് വന്നാലും കുഴപ്പമില്ല. ആഞ്ജനേയ സ്വാമി, വട്ടുണ്ടോ? അതെന്റെ കഴിവാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം
തന്നിട്ടുണ്ട്. ഇതിന് കഴിവെന്നല്ല കഴിവ് കേടെന്നാ പറയുന്നത്. എന്തിനാടോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.